അങ്ങനെ കാവേരിയും വീട്ടുകാരും പുതിയ വീട്ടിലോട്ട് താമസം മാറാൻ വരികയാണ്. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഈ വീട് കാണുമ്പോൾ വല്ല പ്രേതബാധയുള്ള വീട് പോലെ തോന്നുന്നു എന്ന്. അപ്പോൾ എല്ലാവരും അവളെ വഴക്ക് പറയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് ശാരദ. വാ ശാരദയ്ക്കാണെങ്കിൽ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്, ഇങ്ങനെ പിള്ളേരിങ്ങനെ പറഞ്ഞ കാരണം. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് ശാരദ കാണുന്നത് നമ്മുടെ ജയപാലൻ അവിടെയുള്ള തുറന്നു കഴിയുമ്പോൾ ഒരു സോഫയിൽ ഒരു വെട്ടുകത്തിയും പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്. അത് കണ്ടതോട് കൂടിയിട്ട് ശാരദ അയ്യോ ജയപാലൻ എന്ന് പറഞ്ഞ് ബഹളം വെക്കും. ആ പിള്ളേർ വേഗം വന്നിട്ട് എവിടെ എവിടെ വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ സോഫ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർ പറയും അമ്മയ്ക്ക് തോന്നിയതാണ്, ഇവിടെ ഒരു ജയപാലനും സുഗുണനും പാലനൊന്നുമില്ല, ഓരോന്നും ആലോചിച്ച് വാതിൽ തുറന്ന കാരണമാണ് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ശാരദയെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് ശരിക്കും വീടിൻ്റെ ഉള്ളൊക്കെ നോക്കിയിട്ട് ശാരദ കയറണം. അങ്ങനെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ ഒരു വീടുകൾ റൂമുകളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും റൂമുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അങ്ങനെ കാവേരി ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു റൂം മാത്രം ഇങ്ങനെ അടച്ചിട്ടിട്ട് അത് നന്നായി പൂട്ടിയിട്ട് ഒരു ചുവന്ന തുണി വെച്ച് ചുറ്റിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാവേരി വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ, സാധാരണ വല്ല പൂജയോ അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാലല്ലേ ഇങ്ങനെ റൂമുകൾ ഇങ്ങനെ പൂട്ടിയിടുക, എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അവളതിൻ്റെ അടുത്തോട്ട് പോയിട്ട് അതിങ്ങനെ പിടിച്ചു നോക്കുകയാണ്. അങ്ങനെ അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കും, എന്തോ ഒരു പടപടേ എന്നിട്ടൊരു പാത്രം വീണ പോലത്തെ ശബ്ദം. അപ്പോൾ അവൾ പെട്ടെന്ന് ഓടി ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ഓടി ചെല്ലുമ്പോൾ അടുക്കളയിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അടുക്കളയിലോട്ട് പോയി നിൽക്കുമ്പോൾ എന്താ അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ നിളയും യമുനയും ഉണ്ടായിരുന്നു അവിടെ. പെട്ടെന്ന് പാത്രം വീഴുകയാണ് ഉണ്ടായത്. പാത്രം വീണപ്പോൾ നിള ആകെ പേടിച്ചു. അപ്പോൾ യമുന വന്നിട്ട് നിളേനെ ആശ്വസിപ്പിക്കുകയാണ്. പേടിക്കേണ്ട മോളെ, പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിളേൻ്റെ ചെവിയൊക്കെ പൊത്തിയിട്ട് നിളനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം നിള ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു പേടി പോലും നിളേനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ അത് കൊച്ചു കുഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴാണ് കാവേരിയും ശാരദയൊക്കെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ഓടി വരിക. അപ്പോൾ ചോദിക്കും എന്താ മോളെ, എന്താ ഇവിടെ ഉണ്ടായത്? അപ്പോൾ നോക്കുമ്പോൾ നിലത്ത് ഇങ്ങനെ പാത്രങ്ങൾ വീണ് കിടക്കുന്നത് കാണും. അപ്പോൾ പാത്രങ്ങൾ വീണതാണ് അമ്മയെന്ന്. അപ്പോൾ നിങ്ങൾ പാത്രങ്ങൾ എടുക്കേണ്ട സൂക്ഷിക്കേണ്ടേ എന്ന് പറയും. അയ്യോ ഞങ്ങൾ പാത്രങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ ഈ ജനൽ തുറന്നപ്പോൾ തന്നെ പാത്രങ്ങൾ വീണതാണ് എന്ന് പറയാണ്. അപ്പോൾ യമുന പറയും എന്തോ ഒരു പന്തികേടുണ്ട് ഇവിടെ, എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഗംഗ പറയാണ് മോൾ വിഷമിക്കേണ്ട, പേടിക്കേണ്ട, ഇത് പാത്രം വീണതല്ലടാന്ന്. അപ്പോൾ കാവേരി പറയും അത് വല്ല ജനലെങ്ങാനും തുറന്നപ്പോൾ കാറ്റടിച്ചിട്ട് വീണതായിരിക്കും, നിങ്ങൾ പേടിക്കേണ്ടതെന്ന്. പക്ഷേ കാവേരി ഒരു കാര്യം കൂടി പറയും, ഇവിടെ ഒരു റൂം അടഞ്ഞു കിടക്കുന്നുണ്ട്, ആ റൂം അടഞ്ഞു കിടക്കുന്നത് പൂട്ടിയിട്ടിരിക്കണം, അത് കാണുമ്പോൾ എന്തോ വല്ല പ്രേതബാധയൊക്കെയുള്ള വീട് പോലെ തന്നെ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കണത്. അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് അവർ ശാരദ പുറത്ത് പോയി നോക്കുകയാണ്. അങ്ങനെ ശാരദ പുറത്ത് പോയി നോക്കുമ്പം നമ്മുടെ അതിൻ്റെ ഓണറായിട്ടുള്ള അംബികയുടെ ഭർത്താവുമാണ്. അങ്ങനെ അപ്പോൾ അവർ വന്നിട്ട് പറയാണ് ആ ശാരദ വീടൊക്കെ എങ്ങനെയുണ്ട്, ഞങ്ങളകത്തോട്ട് കയറട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശാരദ പറയും ഇത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങളെന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ നമ്മുടെ നരേൻ്റെ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെയല്ല, നിങ്ങൾക്കിത് വാടകയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മുതൽ ഇത് നിങ്ങളുടെ വീടാണ് എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ശാരദയോട് പറയുകയാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അവരവിടെയുള്ള ഒരു കസേരയിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. അപ്പോഴേക്കും പിള്ളേരൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ പറയും ഞങ്ങൾ ഈ വീട് കുറച്ച് കാലമായിട്ട് പൂട്ടിക്കിടക്കായിരുന്നു, ഇതെൻ്റെ പേരക്കുട്ടി നരേൻ്റെ പേരിലുള്ള വീടാണ്. പിന്നെ അപ്പോൾ കാവേരി വന്നിട്ട് പറയും ഇതിലൊരു റൂം മാത്രം അടഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ എന്ന്. അക്കാര്യം പറയാൻ തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത്. മോളെ ആ റൂമിൻ്റെ ഉള്ളിൽ നരേന് വേണ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ്, അതൊക്കെ വെച്ചിട്ട് അവൻ പൂട്ടി വെച്ചിരിക്കുന്ന മുറിയാണത്. പിന്നെ അതുമാത്രമല്ല വീടിന് ചെറിയ ദോഷങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ജ്യോത്സ്യരെ കണ്ട് നോക്കി. അപ്പോൾ അതിൽ കുറച്ച് ദോഷങ്ങൾ ആ വീടിനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രതിവിധികളും ഒക്കെ ചെയ്തതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, അഗ്നികോണിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രതിവിധികളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പൂട്ടിയിട്ടതാണ് എന്ന് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ എത്രയോ കാലം താമസിച്ച വീടാണെന്ന് പറഞ്ഞ് അംബിക ആശ്വസിപ്പിക്കും. അപ്പോൾ അംബിക പറയും ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, പോയിട്ട് വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്, എന്നിട്ട് വിളക്ക് കത്തിച്ച് പാല് കാച്ചി വീട്ടിലോട്ട് താമസിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് അവരെല്ലാവരും അകത്ത് കയറണം. അകത്ത് കയറിയിട്ട് ഒരു
ഒരു ഒരു സ്വാമി ഫോട്ടോയും വെച്ചിട്ട് അതിന് മുന്നിലൊരു വിളക്കും എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കത്തിക്കാനുള്ള തീപ്പെട്ടി മാത്രം കാണുന്നില്ല. അപ്പോൾ ഗംഗയും യമുനയൊക്കെ ചോദിക്കുകയാണ് തീപ്പെട്ടി എവിടെ, തീപ്പെട്ടി എവിടെ. അപ്പോൾ യമുനയാണ് തീപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ യമുന പറയും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി, ഇപ്പോൾ കാണാനില്ലെന്ന്. അപ്പോൾ വിനീത് പറയും ഞാൻ പോയി കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ അംബിക വന്നിട്ട് പറയും എന്തിനാ മോനെ ഒരു തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട് കടയിലൊക്കെ പോകണത്, അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പറയണം. അപ്പോൾ വിനീത് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആര് നിൽക്കുന്നത്, വില്ലൻ ജയപാലൻ വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ അതും ഒരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് ഇത് തീ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ വിനീത് ഗംഗയെ കാവേരി അമ്മയെ എന്നൊക്കെ വിളിക്കണം. അപ്പോൾ ജയപാലൻ അങ്ങോട്ട് അകത്തോട്ട് വരികയാണ്. ജയപാലൻ പറയും ഓ നീ നിൻ്റെ കൂടും കുടുക്കയൊക്കെ എടുത്ത് പെണ്ണുങ്ങളെയൊക്കെ വാരിക്കൂട്ടിയിട്ട് ഇവിടേക്ക് വന്ന് താമസിച്ചല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ ഈ ജയപാലൻ്റെ സ്വഭാവം നിങ്ങൾ കാണും എന്ന് പറയുകയാണ്. അപ്പോഴത്തേനും അകത്തുള്ളവരൊക്കെ പുറത്തേക്ക് വരികയാണ്. കാവേരി, ഗംഗ, പിന്നെ നരേൻ്റെ മുത്തശ്ശി അവരെല്ലാവരും പുറത്തോട്ട് വരികയാണ്. അപ്പോൾ അവർ പറയും, അപ്പോൾ നരേൻ്റെ മുത്തശ്ശൻ ചോദിക്കും ഇതാരാന്ന് ചോദിക്കും. അപ്പോൾ കാവേരി പറയും ഇതാണ് ജയപാലൻ, ഞങ്ങളെ ഇങ്ങനത്തെ ഈ അവസ്ഥയിലെത്തിച്ചതും ഞങ്ങളുടെ അച്ഛൻ മരിക്കാനൊക്കെ കാരണക്കാരൻ ആയിട്ടുള്ളത് ഇയാളാണ് എന്ന് കാവേരി പറയണം. അപ്പോൾ ജയപാലൻ പറയും അതെ ഞാൻ തന്നെയാണ് ഈ കഥയിലെ വില്ലൻ, ഞാൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ലല്ലോ, ഞാൻ വന്നത് ഇവരോടൊരു കാര്യം പറയാനാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് കൂടും കൊടുക്കിയെടുത്ത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ജയപാലൻ ഇയാളെ ഭീഷണിപ്പെടുത്തണം. അപ്പോൾ വിനീതും അയാളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കും. അപ്പോൾ വിനീതിൻ്റെ കോളറിന് പിടിച്ചിട്ട് അയാൾ അടിക്കുകയാണ് ജയപാലൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഗംഗയും കാവേരി ഒന്നും വെറുതെ ഇരുന്നില്ല. കാവേരി വന്നിട്ട് ഒരൊറ്റ തള്ളും. അപ്പോൾ അയാൾ വിടാൻ പോകും എവിടെ, ഗേറ്റിൻ്റെ അവിടേക്ക്. പിന്നെ അവിടെ നിന്ന് അയാൾ നീറ്റിട്ട് വരുമ്പോഴത്തേനും ഗംഗയും യമുനയും കാവേരിയൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് അടിക്കുകയാണ് ഇയാളേനെ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ഈ ഹൗസ് ഓണർക്ക് എന്താ ഇതിങ്ങനെ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഹൗസ് ഓണറുടെ മരുമകൻ, അതായത് ഗായത്രിയുടെ ഭർത്താവും അങ്ങോട്ട് വരും. അപ്പോൾ ഗായത്രിയുടെ ഭർത്താവ് ചോദിക്കും എന്താ ഇവിടെ ഒരു സൗണ്ട്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പെട്ടെന്ന് അപ്പോഴാണ് ജയപാലനെ കാണുന്നത്. അപ്പോൾ ഗായത്രിയുടെ ഭർത്താവിന് അയ്യോ ഇത് ജയപാലനാണല്ലോ എന്ന് പറയും. പക്ഷെ അയാൾ ഇവർ തമ്മിൽ പരിചയം ഉണ്ടെന്നൊന്നും അവിടെ ഭാവിക്കുന്നില്ല. അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട് ഈ നരേൻ്റെ മുത്തശ്ശനോട് ഇവരെ മര്യാദയ്ക്ക് നിങ്ങൾ ഇറക്കി വിട്ടോളുണ്ട് എന്ന്. അപ്പോൾ ജയപാലൻ്റെ അപ്പോൾ നരേൻ്റെ മുത്തശ്ശൻ പറയും എനിക്കൊറ്റ വാക്കേ ഉള്ളൂ, എനിക്കൊരൊറ്റ അച്ഛനേ ഉള്ളൂ, ഞാൻ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല, ഇതെൻ്റെ പേരക്കുട്ടിയുടെ വീടാണ്, ആ വീട്ടിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൻ തീരുമാനിക്കില്ല, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് എന്ന്. അപ്പോഴേക്കും നമ്മുടെ ഗായത്രിയുടെ ഭർത്താവ് വന്നിട്ട് പറയും എന്താ അച്ഛാ ഇവിടെ പ്രശ്നം. അപ്പോൾ നരേൻ്റെ മുത്തശ്ശൻ പറയും അതേ കണ്ടില്ലടാ ഒരുത്തൻ കയറി വന്ന് നമ്മുടെ വീട്ടിലെ ഈ വാടകയ്ക്ക് വന്ന വീട്ടിലെ പെണ്ണുങ്ങളേനെ ഇറക്കി വിടാൻ നോക്കുന്നു എന്ന്. അപ്പോൾ നരേൻ്റെ ഈ ഗായത്രിയുടെ ഭർത്താവ് പറയും ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് ജയപാലനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാൻ. അപ്പോൾ ജയപാലനോട് ഇയാൾ പറയും അത് ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്നും ഇവർക്ക് അറിയില്ല എന്ന്. അപ്പോൾ ജയപാലൻ പറയും എന്നാൽ പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന്. അപ്പം ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തും. അതായത് അയാൾ പറയും ജയപാലൻ നിങ്ങൾ ഇവിടെ നിന്ന് മാറി, ഞാൻ ഇവരെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇറക്കിക്കോളാം. അപ്പോൾ ജയപാലൻ പറയും അതൊന്നും വേണ്ട, ഇത് ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ജയപാലൻ അവരുടെ അടുത്ത് പോയിട്ട് പറയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ പറയും പറ്റില്ല, ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ നല്ല വാശിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റേ ഗായത്രിയുടെ ഭർത്താവ് വന്നിട്ട് പറയും ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ, വെറുതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ എന്ന്. അപ്പോൾ നരേൻ്റെ മുത്തച്ഛൻ പറയും എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തതാണ്, വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ താമസിക്കും, അല്ലാണ്ട് ഇവിടെ അവരെ അതിക്രമിച്ച് ശല്യം ചെയ്യാനൊന്നും ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നരേൻ്റെ മുത്തച്ഛൻ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ജയപാല എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ നരേൻ്റെ എൻട്രിയാണ്, അതായത് നരേൻ വരികയാണ്. അപ്പോൾ നരേൻ വരുമ്പോൾ നരേനെ ആദ്യമായിട്ടാണ് കാവേരി കാണുന്നത്. അപ്പോൾ കാവേരി കണ്ട് നോക്കി നിൽക്കുകയാണ്, കാവേരിക്ക് മനസ്സിലാവും ഇതാണ് നരേനെന്ന്. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ നരേൻ പറയാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോളുണ്ട്. അപ്പോൾ നമ്മുടെ ഗായത്രിയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഇവരുടെ പിന്നിൽ എന്തൊക്കെയാണുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നരേൻ പറയും ഇവരുടെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നരേൻ ആരാണെന്ന് കൊച്ചച്ഛൻ അറിയില്ലേ, അതുതന്നെ ഇവരിവിടെ താമസിക്കുകയും ചെയ്യും, ഇവിടെ പാല് കാച്ചുകയും ചെയ്യും ഒക്കെ ചെയ്യുമെന്ന്.
അങ്ങനെ ജയപാലിനെ അടിച്ച് പുറത്താക്കുകയാണ് നരേൻ. നല്ല അടി കിട്ടുന്നുണ്ടെന്ന് ജയപാലിന്. അങ്ങനെ ജയപാലിനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ കാവേരിയും കുടുംബവും ആ വീട്ടിൽ പാല് കാച്ചിയാണ്. പാല് കാച്ചിയിട്ട് സന്തോഷത്തിൽ ആ കാച്ചിയ പാല് നരേന് കൊണ്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നരേന് കാവേരി കൊണ്ടെടുക്കാൻ പോകുമ്പോൾ അവൻ വണ്ടി കയറാൻ നോക്കും. അവർ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ കാവേരിയെ പെട്ടെന്ന് കാണുന്നില്ല. അങ്ങനെ അവൻ ഡോറ് തുറന്ന് പോകുമ്പോൾ കാവേരിയുടെ കയ്യിൽ നിന്ന് ഈ പാലൊക്കെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഇവർ വിവാഹിതരായതിൻ്റെ കഥയറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരികയുള്ളൂ. താങ്ക്